ലാവയുടെ ലാവ ബ്ലേസ് പ്രോ 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 12,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലാവ ബ്ലേസ് പ്രോ 5G എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം എടുത്തു വരേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ ഒരു കാര്യം, ഈ ഫോണിന്റെ ബേസ് വേരിയന്റിൽ തന്നെ 8GB റാം എടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല 128GB ഇന്റേണലും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചാർജിങ് സ്പീഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ഇതൊക്കെയാണ് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയേണ്ട കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ബാറ്ററിയുടെ കാര്യത്തിൽ തന്നെ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ബാറ്ററി സെറ്റപ്പ് മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താം. കാരണം ഇതിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ mediatek dimensity 6020 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 12,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നില്ല, എന്നാലും തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ്. 5G സപ്പോർട്ട് വരുന്നുണ്ട്. 8 5G ബാൻഡ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ്സിലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സിംഗിൾ സ്പീക്കർ ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊക്കെയാണ്. 3.5mm മോഡി ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഫോണിൽ Android 14 അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. രണ്ടാമത് ഒരു AI ലെൻസും കൊടുത്തിട്ടുണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരുന്നില്ല. പക്ഷേ 5G ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാപിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം ഓൺ പേപ്പർ തരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ 12,500 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പ്രത്യേകിച്ച് 5G ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 203 ഗ്രാമാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 8.96 mm ആണ്. ഈ ഫോണിൻ്റെ റേഡിയൻ പേൾ അതുപോലെ തന്നെ സ്റ്റാറി നൈറ്റ് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്ന ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സുകളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സ്. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഫോണിൻ്റെ 8GB റാം വെർഷൻ്റെ വില വരുന്നത് 12,499 രൂപയാണ്. ഒക്ടോബർ 3 മുതലാണ് ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആമസോൺ വഴി ആയിരിക്കും ഈ ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുക. പിന്നെ ഫ്രീ ആയിട്ടുള്ള ഹോം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഈ ഫോണിന് വരുന്നുണ്ട്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ലാവ ബ്ലേസ് പ്രോ 5G എന്ന ഫോണിൽ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് 12,500 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ചാർജിങ് സ്പീഡും കൊടുത്തിട്ടുണ്ട്. തരക്കേടില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇതിനേക്കാൾ കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ Redmi 12 5G അതുപോലെ തന്നെ പോക്കോ M6 Pro 5G ഇതുപോലുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. ആ ഒരു ഫോണുകളിലാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയിൽ പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ, ആ ഫോണുകളിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നില്ല. അപ്പം ആ 2 ഫീച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഫോണുകളും ഓപ്ഷനിലായിട്ടുണ്ട്. പിന്നെ 10,000 രൂപയ്ക്ക് താഴെ IP55 5G എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാം എന്നേ ഉള്ളൂ. ഏറ്റവും ബെസ്റ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ലാവ ബ്ലേസ് പ്രോ 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.